ഇത് കൃഷ്ണൻകുട്ടിയുടെ വീടാണ്. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ ലത മരിച്ചിട്ട് 5 വർഷമായി. പ്രസവത്തോടു കൂടിയാണ് ലത മരിക്കുന്നത്. എന്നാൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ മരിച്ചതിന് ശേഷം ബന്ധുക്കളും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെയും പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കണമെന്ന്. കൃഷ്ണൻകുട്ടി പറഞ്ഞു, വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഈ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ അങ്ങനെ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞു. നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരും വേണ്ടായോ? നിനക്ക് ജോലിക്ക് പോകണ്ടായോ? അപ്പം കുഞ്ഞിന് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അവസാനം കൃഷ്ണൻകുട്ടി സമ്മതിച്ചു, എല്ലാവരുടെയും പ്രേരണ കൊണ്ട് സമ്മതിച്ചു. കുഞ്ഞിനെ നോക്കാൻ ആരും വേണമല്ലോ, ഇങ്ങനെ ജോലിക്ക് പോയിരുന്നാലും കാര്യം നടക്കണ്ടായോ? അങ്ങനെയാണ് ഒരു വിവാഹബന്ധം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് സുമതി. ആ സുമതിക്ക് ഒരു മകളുണ്ട്. ആ മകൾക്ക് ഇപ്പോൾ 3 വയസ്സുണ്ട്. ആ വിവാഹം കൂട്ടുകാരോട് കൂടി പറഞ്ഞു. സുമതി കൃഷ്ണൻകുട്ടിയുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും കൂടി പറഞ്ഞ് കൃഷ്ണൻകുട്ടിയെ സമ്മതിപ്പിച്ചു. അങ്ങനെയാണ് സുമതിയെ കൃഷ്ണൻകുട്ടി 2ാമത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പം അന്നൊരു കരാറുണ്ടായിരുന്നു, എൻ്റെ മകളെയും നിൻ്റെ മകളെയും വേറെ വേറെ കാണരുത്, 2 പേരെ ഒന്നായിട്ട് കാണണം. അങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിച്ചാണ് കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നത്. സുമതി വന്നിട്ടിപ്പോൾ 3-4 വർഷമായി. ഇപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ മകൾ ചിഞ്ചുമോക്ക് 7 വയസ്സുണ്ട്. പക്ഷെ പലപ്പോഴും ഈ സുമതി ആ കുഞ്ഞിനോട് സ്നേഹമായിട്ട് പെരുമാറത്തില്ല. 2 മക്കളെയും 2 രീതിയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അത് കൃഷ്ണൻകുട്ടി പലപ്പോഴും അതിനെ ചോദ്യം ചെയ്തു. അവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായി. എൻ്റെ മകളും നിൻ്റെ മകളും തമ്മിലൊരു വ്യത്യാസം വേണ്ട, 2 പേരെ ഒരുപോലെ കാണണം എന്നൊക്കെയും പറഞ്ഞ് സുമതിയോട് പലപ്പോഴും ആ കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിലും വഴക്കുണ്ടാകാറുണ്ട്. കൃഷ്ണൻകുട്ടി തൻ്റെ മകളെന്ന് പറഞ്ഞാൽ ജീവനാണ്. സുമതിയുടെ മകളോടെയും വളരെ സ്നേഹമാണ്. 2 പേരെയും കൃഷ്ണൻകുട്ടി തൻ്റെ മക്കളെ പോലാണ് കാണുന്നത്. എന്നാൽ സുമതി നേരെ തിരിച്ചാണ്. 2 പേരും 2 രീതിയിലാണ് കാണുന്നത്. കാരണം സുമതിയുടെ മനസ്സിലായത് ഒരു ചിന്തയെന്ന് പറയുന്നത്, കൃഷ്ണൻകുട്ടിയുടെ മകളെ കൂടുതൽ സ്നേഹിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ മകളോട് സ്നേഹം കുറയും. അത് ഒരു ബുദ്ധിമുട്ട് സുമതിക്ക് തോന്നി. അപ്പോൾ പലപ്പോഴും ആഹാരം കൊടുക്കുന്നത് വരെയും വേറെ വേറെ രീതിയിലാണ്. കൃഷ്ണൻകുട്ടി വൈകിട്ട് പണിയും കഴിഞ്ഞ് വരുമ്പോൾ മക്കൾക്കുള്ള പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളൊക്കെയും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഈ സുമതി അത് മാറ്റി വെച്ചിട്ട് സുമതിയുടെ മകൾക്ക് മാത്രം കൊടുക്കും. കൃഷ്ണൻകുട്ടിയുടെ മകളെ പലപ്പോഴും അതിൽ നിന്നൊക്കെ ഒഴിവാക്കും. തന്നെയല്ല, ആ കുഞ്ഞിനെ പലപ്പോഴും ഈ സുമതി ഉപദ്രവിക്കുകയും ചെയ്യും. ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കുകയും ചെയ്യും. അങ്ങനെ വേറെ കൃത്യമായ രീതിയിൽ കൂടി ആണ് ആ കുഞ്ഞിനെ സുമതി കണ്ടുകൊണ്ടിരുന്നത്. കൃഷ്ണൻകുട്ടി അതിനെ പലപ്പോഴും അതിനെ എതിർക്കുകയും വഴക്ക് പറയുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കൃഷ്ണൻകുട്ടിക്ക് അവിടെ അടുത്തുള്ള ഒരു വെൽഡിങ് ഷോപ്പിലാണ്, ഒരു വെൽഡറാണ് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി രാവിലെ 8 മണിയാകുമ്പം ജോലിക്ക് പോകും. വൈകിട്ട് 7 മണിയാകുമ്പോഴേ മടങ്ങി വരുള്ളൂ. ചിഞ്ചുമോൾ അവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അവളിപ്പോൾ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സുമതിയുടെ മോള് 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം 2 പേരും ഉച്ചയ്ക്ക് ഈ സുമതിയുടെ മോൾക്ക് സുമതി ചോറ് കൊടുത്തു വിടും കഴിക്കാൻ വേണ്ടി. എന്നാൽ ചിഞ്ചുമോൾക്ക് കൊടുത്തു വിടത്തില്ല, അവൾ വീട്ടിൽ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളിലും ഈ ചിഞ്ചുമോള് ഈ സുമതിയുടെ പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് വന്നപ്പോൾ സുമതിക്ക് ഈ ചിഞ്ചുമോളോട് വാശിയും വൈരാഗ്യമുണ്ടായി. അവൾ ചിന്തിച്ചത് ഈ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കണം, അതാണ് അവൾ ചിന്തിച്ചത്. അതിനവൾ പല വഴികളും ആലോചിച്ചു. അവസാനം അവളൊരു തീരുമാനത്തിലെത്തി, കുഞ്ഞിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഈ ചിഞ്ചുമോളെ കൊണ്ട് പല ജോലികളും ചെയ്യിച്ചു. ചിഞ്ചുമോള് അന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറിനാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചിഞ്ചുമോളെ അവൾ ബലമായിട്ട് പിടിച്ച് അവൾ കാലും കൈയും കെട്ടി ഒരു കുട്ടകത്തിൽ തിളച്ച വെള്ളത്തിൽ അവളിട്ട് ആ കുഞ്ഞിനെ പുഴുങ്ങി. ഇത് അറിയായിരുന്നു. കാരണം രാവിലെ സ്കൂളിൽ പോയപ്പോൾ ഈ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, നീ വാ, അയാൾ വഴക്ക് പറഞ്ഞപ്പോഴാണ്, നീ വന്നേരം നിന്നെ ഉച്ചയ്ക്ക് ഞാൻ പുഴുങ്ങി നിൻ്റെ അച്ഛനെ കൂടി ഞാൻ തീറ്റിക്കുമെന്ന് പറഞ്ഞു. ഇത് സാറന്മാരോട് പറഞ്ഞിരുന്നു. സാറന്മാർ കുഞ്ഞിനെ കാണാതെ അവർ വീട്ടിൽ വന്ന് അവരെ വീടിന് പരിശോധിച്ചപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അങ്ങനെയാണ് നാളെ മൊത്തം ഈ വിവരം അറിയുന്നത്. ഈ സംഭവം നടന്നിട്ട് ഇന്ന് 55 വർഷം കഴിഞ്ഞു. ഇത് പത്തനംതിട്ട ജില്ലയിലെ ഇത് നടന്നേക്കുന്നത് വെച്ചൂച്ചിറ എന്ന ഭാഗത്താണ്.
ആ സ്ത്രീയുടെ വിവരം പിന്നത്തേക്കൊന്നും അറിയില്ല. എന്നാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വലിയ പ്രമാദമാകുന്നൊരു കേസായിരുന്നു അന്ന്. ആ അച്ഛൻ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്.